ഉണ്ടോ? എല്ലാ പൂനെക്കാർക്കും डेलीगेशन है, എല്ലാ महाराष्ट्र हिंदी में बोलो यार, क्या बोलना है हिंदी में बताओ। वल्लंगली के डेडिकेशन के बारे में सारे हिंदू सारे पूनेकर को ले जाओ, सारे पूनेकर को मिलने दो, सबकी तरह से मैं बात कर रही हूँ. ഹിന്ദിയിലുള്ള ആൾക്കാർക്ക് വള്ളംകളിക്ക് അറിയോ? പിന്നെ നമ്മുടെ നാട് എന്തുവാന്നാ വിചാരിച്ചിരിക്കുന്നത്? പിന്നെ അങ്ങോട്ട് നോക്കി പറ. ചേട്ടാ ഒരു മിനിറ്റ്, ആ ക്യാമറ എന്താ പറയണ്ടേ പറയൂ. അവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വള്ളംകളിയൊക്കെ എല്ലാവർക്കും നമ്മുടെ നാടിനെ പറ്റി അറിയാം. നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ആരും അടിച്ചു പൊളിക്കുന്നു ഈ ഓണം. അടിച്ചു പറക്കുകയാണോ ഓണം? ഇത് ഈ ആവേശം കേട്ടോ, ഇതേതാ വെള്ളം. എല്ലാ പൂനെക്കാർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇതൊരു പൂനെ സ്പെഷ്യൽ എഡീഷനായി മാറാൻ സാധ്യതയുണ്ട്. എല്ലാ പൂനെക്കാർക്കും പാട്ട് പാടണോ? പറഞ്ഞോ പാട്ട്. ഇത് വള്ളംകളിയിൽ മൊത്തം പാട്ട് ആഘോഷം. വഞ്ചിപ്പാട്ട് എന്തെങ്കിലും വഞ്ചിപ്പാട്ടുണ്ടോ? നമ്മുടെ പണ്ട് മണിച്ചേട്ടൻ നമ്മുടെ ഈ പുന്നമടയുടെ കായലുകൾ കൂടി പാട്ട് പാടി നടന്നിട്ടുണ്ട്. അതെപ്പോഴാ? പുള്ളി തൃശ്ശൂർ ചാലക്കുടി ആയിരുന്നില്ലേ? പുള്ളി എല്ലാ വർഷവും, നിങ്ങൾ ഏത് വർഷം തൊട്ടാ വള്ളംകളി കാണാൻ തുടങ്ങിയത്? വള്ളംകളിക്ക് വരാറുണ്ട്. അതറിഞ്ഞു. ഈ പുന്നമടയുടെ കായലിൽ കൂടി മണിച്ചേട്ടൻ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ മണിച്ചേട്ടന് വേണ്ടിട്ട് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീകാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലികാരി മീഞ്ചമീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള വിടക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള ചെമ്പല്ലികാരി മീഞ്ചമീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള വിടക്കണ മീനാണ്. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കണ്ട് കലങ്ങിന്റെ കച്ചോടം, പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കണ്ടു കലങ്ങിന്റെ കച്ചോടം. എണ്ണം പോയി കാശും പോയേ ഇന്നത്തെ കച്ചോടം വെള്ളത്തിലായി. പെണ്ണും പോയി വണ്ണം പോയേ ഇന്നത്തെ കച്ചോടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലികാരി മീൻചമീനെ പെണ്ണിന്റെ കൊട്ടയില് തീയുള്ള വിടക്കണ മീനാണ്. ഓക്കെ, ഇതാണ് ഈ ഫുട്ബോൾ ലോകകപ്പിന്റെ ഒരു ആരവത്തിന് ശേഷം നമ്മൾ എത്തിയിട്ട് ഇത്രമാത്രം ആരവം കാണുന്ന ഒരു വേദി ഇതാന്ന് തോന്നുന്നു അല്ലേ? ലോകം നമ്മുടെ ഉച്ചു നോക്കട്ടെ വേദിയല്ലേ? പിന്നല്ല, ഇതൊക്കെ സൂചിച്ചിനെ പിന്നെ എന്തോ സൂചിക്കണം നമ്മള്. അല്ല, എവിടെ നമ്മളൊക്കെ ഇതുപോലെ ഫുൾ എനർജി കഴിഞ്ഞിട്ട് പിന്നെ വരണം. ഇവിടെ തന്നെ കാണും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ സീ യു. ഓക്കെ, സീ യു. ബൈ ബൈ. അപ്പൊ എന്താണ് പുന്നമടക്കായലിന്റെ ഈ തീരത്ത് നിന്നുള്ള ചില കാഴ്ചയാണ് കണ്ടത്. പുന്നമടക്കായലിന്റെ ഓളങ്ങളൊക്കെ പറയുകയാണല്ലോ, അതിന് വല്ലാത്ത വൈബാണ്. ആ വൈബ് എത്ര ഉച്ചത്തിൽ എത്ര ശബ്ദത്തിൽ പറഞ്ഞാലും കിട്ടില്ല. എന്താണെങ്കിലും അല്പസമയത്തിന് ഉദ്ഘാടനം ആരംഭിക്കാൻ പോവുകയാണ്. അവിടെ ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഇത് കഴിഞ്ഞ് വള്ളംകളി റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് പൂനെയിലേക്ക് തിരിച്ചു പോകുമോ, അതോ അവരുടെ കൂടെ പൂനെയിലേക്ക് പോകാനാണോ സാധ്യത? നവമി, അതായത് ഈ പൂനെ എന്ന് പറയുമ്പോൾ മനോഹരമായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഒരു ഗംഭീര നഗരമാണ്. ആ നഗരത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്താൽ ആർക്കാണ് പോകാൻ കഴിയാത്തത്? ഛത്രപതി ശിവജിയുടെ പൂനെയിലേക്ക് എത്തുന്നത് സന്തോഷകരമാണല്ലോ. ശരി, എന്നാലും തൽക്കാലം നമുക്ക് നെഹ്റു ട്രോഫി കഴിഞ്ഞ ശേഷം പൂനെയിലേക്ക് പോകുന്നതൊക്കെ ആലോചിക്കാം. എന്നാലും ഇത് തന്നെയാണ് എൽദോ, ഈ ആവേശം തന്നെയാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത്. ആര് രാജാക്കന്മാരാകും, ആരാണ് വേഗത കൂടുന്നത് കുറയുന്നത്, ആര് തോൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളികൾക്കെല്ലാം അത്രയേറെ ആവേശം തന്നെയാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത്. അത് ദേ നമ്മളിപ്പോൾ കാണുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് കൂടി വള്ളംകളി വരുമ്പോൾ അതിന് മധുരം ഇരട്ടിയാകും. ശരി, എൽദോ തുടരുക. ഞാൻ ശരണ്യയിലേക്കും കൂടി ഒന്ന് പോയിട്ട് എൽദോയിലേക്ക് തിരിച്ചു വരാം. അപ്പോഴേക്കും കൂടുതൽ ആവേശ കാഴ്ചകൾ ഒരുക്കുക. ശരണ്യ, നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകൾ എപ്പോൾ ആരംഭിക്കും? നവമി,
72ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് പതാക ഉയർന്നിരിക്കുന്നു. ഇനി ആവേശമേറിയ ജലപൂര കാഴ്ചകൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. ഏറ്റവും ആവേശകരമായ ആളുകൾ കാത്തിരുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അതിന് മുൻപ് ഉള്ള മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് തൊട്ട് മുൻപ് ഉള്ള അതായത് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മാസ്റ്ററിന് വേണ്ടി ചുണ്ടൻ വള്ളങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. 21 ചുണ്ടൻ വള്ളങ്ങൾ ജലമേളയിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെല്ലാം തന്നെ മാസ്റ്ററിനായി ഇവിടെ അണിനിരക്കേണ്ടതുണ്ട്. അത് ആ വള്ളങ്ങൾ എത്തി അണിനിരക്കുന്ന അവർ കൃത്യമായി അവരുടേതായ നൽകിയ ഭാഗത്തേക്ക് നിരക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ടൂറിസം മന്ത്രിയാണ് PC വിശ്വനാഥ്. അദ്ദേഹമാണ് ജലമേളയ്ക്ക് പതാക ഉയർത്തിയത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നുള്ള ഒരു അനൗൺസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹമാണ് മറ്റു കാര്യങ്ങൾ അദ്ദേഹമാണ് ജലമേള ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുക. കർണാടക മുഖ്യമന്ത്രി ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ മുഖ്യ അതിഥികളായും എത്തിയിട്ടുണ്ട്. നോക്കൂ എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കൂ. ഒരേ താളത്തിൽ തുഴഞ്ഞ് ഒരു ആവേശ കുതിപ്പിന് മുമ്പ് ഒരു അല്പമൊന്ന് അയഞ്ഞ ഒരു താളത്തിൽ അവർ തുഴഞ്ഞ് നീങ്ങുന്നത്. ഇനി ഇതിൽ വളരെ ഭംഗിയുള്ള അതായത് ഉദ്ഘാടന സമ്മേളനത്തിന് മുമ്പ് വളരെ ഭംഗിയുള്ള മാസ് ഡ്രിൽ കാഴ്ചകളിലേക്കാണ് നീങ്ങുന്നത്. നോക്കൂ ആ കടന്നു വരുന്ന വള്ളത്തിന്റെ ഒരു തുഴയുടെ ഒരു രീതി ഇതൊന്നും അല്ല. വള്ളം മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിമനോഹരമായ ഒരു കുതിപ്പായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ആ ചിറഭാഗം ഒന്ന് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു 800 മീറ്ററോളം വരുന്ന ആ ഒരു ഭാഗത്തേക്കുള്ളൊരു കുതിപ്പുണ്ട്. ആ കുതിപ്പാണ് ഏറ്റവും ആവേശത്തോടെ നമ്മൾ കണ്ണു നട്ട് നോക്കി നിന്ന് പോകുന്നത്. ഇനി ഉള്ളത് അതായത് ഇത്തവണ 22 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ നെഹ്റു ട്രോഫി ജലമേളയുടെ മത്സരത്തിലേക്കുള്ളത്. ആദ്യ ഹീറ്റ്സ് മുതൽ തന്നെ ആവേശകരമായ ഒരു മത്സരം തന്നെ എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ഹീറ്റ്സിൽ മൂന്നാമത്തെ ഹീറ്റ്സ് ആയിരിക്കും ഏറ്റവും വലിയ ആവേശകരമായ മത്സരം നടക്കാൻ പോകുന്നത്. അത് വള്ളാതുരുത്തി ബോട്ട് ക്ലബിന് 2 വള്ളങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടി വരുന്നു. തുടർച്ചയായ വിജയങ്ങൾ നേടിയ ക്ലബ്ബുകൾ മത്സരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്തേക്ക് എത്തിയ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി അവര് ഇത്തവണ ഫസ്റ്റ് ഹീറ്റ്സിൽ തന്നെ മത്സരത്തിലേക്ക് വരുന്നുണ്ട്. രാവിലെ നടന്നത് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിലേക്ക് കടക്കുന്നത്. ആദ്യത്തെ മത്സരങ്ങളിൽ തന്നെ ഫസ്റ്റ് ഹീറ്റ്സിൽ തന്നെ വരുന്നത് തലവടി ചുണ്ടൻ വരുന്നുണ്ട്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന തലവടി കഴിഞ്ഞ പ്രാവശ്യം വില്ലേജ് ബോട്ട് ക്ലബ്ബായിരുന്നു ഇവിടെ നെഹ്റു ട്രോഫി മുത്തമിട്ട ക്ലബ്ബ്. അവര് വിയപുരത്തിലാണ് തുഴഞ്ഞെങ്കിൽ ഇത്തവണ വിയപുരം അവർക്കൊപ്പമല്ല UBC കൈനഗിരിയോടൊപ്പം അതേ ഹീറ്റ്സിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. 1ാമത്തെ ട്രാക്കിൽ തലവടി ചുണ്ടൻ, 2ാമത്തെ ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകൻ, ഒപ്പം തന്നെ 3ാമത്തെ ട്രാക്കിൽ വരാൻ പോകുന്നത് ആയാപറമ്പ് പാണ്ടി, 4ാമത്തെ ട്രാക്കിൽ വിയപുരം. ഈ മാസ്റ്ററിൽ കഴിഞ്ഞ ഉടൻ ഈ വള്ളങ്ങൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പറഞ്ഞ ക്രമത്തിൽ ഈ വള്ളങ്ങൾ അണിനിരക്കും. അതായത് 1, 2, 3, 4 ക്രമത്തിൽ 4 ട്രാക്കുകളിലായി ഇവര് അണിനിരക്കും. ഒന്നാമത്തെ ഹീറ്റ്സ് ഇത്തവണ കുറ്റമറ്റതാക്കിയാണ് സ്റ്റാർട്ടിംഗ് സംവിധാനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം മൈക്രോ സെക്കൻഡിൽ കപ്പ് നഷ്ടപ്പെട്ട കണ്ണീരും പരാതികളും കേസും ഒക്കെ ഉണ്ടായതാണ്. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ വർഷം തൊട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. പരമാവധി ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ്. ഇവിടെ ആണ് വള്ളങ്ങൾ വന്ന് ഈ നെഹ്റു പവലിയന്റെ മുൻഭാഗത്തായാണ് വള്ളങ്ങൾ വന്ന് ഫിനിഷ് ചെയ്യുക. അവിടെയാണ് ഏറ്റവും അധികം കാണികൾ. നമുക്ക് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവ ദിവസമാണ്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അവരുടെ തയ്യാറെടുപ്പിനൊടുവിൽ അവരുടെ കരകൾ നെഹ്റു ട്രോഫി 52 വർഷത്തെ പഴക്കമുള്ള നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമോ എന്നുള്ളതാണ് നോക്കി. ക്ഷമിക്കണം, 1952 മുതൽ കേരളത്തിനായി കിട്ടിയ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമോ എന്ന് വേണം കാണാൻ. നമുക്ക് വള്ളംകളിയുടെ ചരിത്രത്തിന് ഒരുപാട് കാല പഴക്കമുണ്ട്. അത് രാജാക്കന്മാരുടെ കാലം മുതലുള്ള അതാണെങ്കിൽ പോലും 1952 നെഹ്റു ഇവിടേക്ക് എത്തുകയും പ്രധാനമന്ത്രിയായി അദ്ദേഹം ഇവിടേക്ക് എത്തുകയും അന്നത്തെ മത്സരത്തിന്റെ ആവേശം കണ്ട് നടുഭാഗം ചുണ്ടനിലേക്ക് ചാടി ഇറങ്ങുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഡൽഹിയിൽ എത്തിയ ശേഷം കൊടുത്തുവിട്ടതാണ് ഈ കയ്യൊപ്പ്. അതായത് നെഹ്റുവിന്റെ കയ്യൊപ്പുള്ള ആ വെള്ളിക്കപ്പ്. ആ വെള്ളിക്കപ്പാണ്
ഇത്രയും കാലമായും നെഹ്റു ട്രോഫി നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്തവണ ആർക്കൊപ്പം പോകും എന്നുള്ളതാണ്. ഇത്തവണ സർക്കാർ മത്സരങ്ങളുടെ സമ്മാനത്തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 25 ലക്ഷം വരെ ആയി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 25 ലക്ഷം വരെ ഉയർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലബ്ബുകൾക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. പക്ഷേ 1 കോടി രൂപയ്ക്ക് മുകളിൽ ഓരോ ക്ലബ്ബുകൾക്കും ഒരു വള്ളം പരിശീലിച്ച് ഇറങ്ങുന്നതിന് ആകുന്നുണ്ട്. പക്ഷേ തുക എങ്കിൽ പോലും തുക കുറച്ച് വർദ്ധിപ്പിച്ചതിൽ ആശ്വാസകരം, സമ്മാനത്തുക വർദ്ധിപ്പിച്ചതിൽ ആശ്വാസമുണ്ട് എന്നുള്ളതാണ് വള്ള സമിതികളൊക്കെ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.